ഷാജി എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടൻ അങ്ങ് ആ കഥ മനസ്സിൽ രൂപപ്പെടുത്തി അത് പാകപ്പെടുത്തി കഴിഞ്ഞു, അത് സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കുഞ്ഞിക്കുട്ടൻ്റെ റോളിന് മോഹൻലാലിനെ സെലക്ട് ചെയ്തത്? ഒന്നാമതായിട്ട് നമ്മൾ ഒരു കഥകളിക്കാരൻ, ഒരു കഥകളി എന്ന് പറയുമ്പോൾ അതിൻ്റെ രൂപം, അതിൻ്റെ ഭംഗി, അതിൻ്റെ കാഴ്ച, അതിൻ്റെ നിറങ്ങൾ ഇതെല്ലാം ഒത്തിണങ്ങുകയും അത് മാറ്റിക്കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ പിന്നിലുള്ള വേദനകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അത് അറിയാതെ, അത് എക്സ്പ്രസ് ചെയ്യാതെ. ഒരുപക്ഷെ ഒരു സിനിമയിൽ ഒരുപാട് ഡയലോഗ്സുകളൊന്നുമില്ല, ഒരുപക്ഷെ അതിൻ്റെ ഫ്രെയിംസുകളും ക്ലോസപ്സുകളും ലോങ് ഷോട്ടുകളുമാണ് അത് സംസാരിക്കുക. അതിൻ്റെ പിന്നിലൊരു ആശയമുണ്ട്. ഈ ആശയം ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതാണ്. ഇത് ഒരു 10 മടങ്ങ് മുമ്പിൽ കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എനിക്കൊരു കമ്മ്യൂണിക്കേഷനുള്ളൂ. ഈ കമ്മ്യൂണിക്കേഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു കണ്ണ് അടയ്ക്കുന്ന സമയം അല്ലെങ്കിൽ കണ്ണ് തുറക്കുന്ന സമയം അതല്ല, തൻ്റെ നെറ്റിയിൽ മുഖത്തല്ല നെറ്റിയിൽ വരേണ്ടി വരുന്ന രംഗങ്ങൾ, ഇതെല്ലാം ഒരുപക്ഷെ ഒരു കഥകളിക്കാരൻ 20 വർഷവും 30 വർഷവും കൊണ്ട് അഭിനയിച്ച് തനിക്ക് എവിടെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയുകയും അത് അറിയാതെ നമ്മൾ അതാണ് വേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. അത് വേറെ ആരെയും അല്ല ഞാൻ അന്വേഷിച്ചത്, ശ്രീ മോഹൻലാലിൻ്റെ മാത്രമാണ്.